ശർമ്മജി, നന്ദന് ചെന്നൈ സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയാച്ച്. ഞാൻ അറിഞ്ഞു. അവനെ എത്രയും പെട്ടെന്ന് ജാമ്യത്തിലിറക്കാനുള്ള ഏർപ്പാടിയാണ്. അതിന് എത്ര ചെലവായാലും, ആര് ജാമ്യം നിൽക്കേണ്ടി വന്നാലും എനിക്കതൊരു പ്രശ്നമല്ല. ജാമ്യം கிடைக்கும், അത് പ്രശ്നമില്ല. പക്ഷെ അവർ 3 പേരും ഇപ്പൊ അതേ ജയിലില്ല. എന്താ കാര്യം? കൊച്ചുകുഞ്ഞ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി അവനെ നേരിൽ കാണുന്ന ദിവസം സ്വപ്നം കണ്ട് കിടക്കുന്ന നമുക്ക് എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത. അവന്റെ എച്ചിൽ നിന്ന് വീർത്ത ഒരു പട്ടി, അവന്റെ ജീവൻ ഇതിന്റെ അകത്ത് എത്തിയിട്ടുണ്ടെന്ന്. തൽക്കാലം അത് മതി നമുക്ക് നമ്മൾ കൈത്തരിപ്പ് തീർക്കാൻ. ഇത്രകാലം അവന്റെ എച്ചില് പുറമെ നിന്ന് നക്കിയതും പോരാഞ്ഞിട്ട് നീയൊക്കെ ഇതിനകത്ത് കയറി വന്ന് വെട്ടി വിഴുങ്ങും അല്ലടാ സാലക്കുത്ത്. വേണ്ട, എന്റെ ബോസ് വീട്ടിലെ പഴയ കണക്ക് ഇവിടെ വെച്ച് എന്നോട് തീർക്കണ്ട. അത് അദ്ദേഹത്തിന് ഇഷ്ടാവില്ല. അദ്ദേഹം ഒരു മയ്യത്ത് കട്ടിലിൽ കിടത്തിയിട്ട് അവൻ വന്ന് അതേ പുറം പോക്കിക്കൊണ്ടേ കുഴിച്ചിട്ടാലേ ആസിഫ് അലി ഇബ്രാഹിമിന്റെ ഈ മക്കൾക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റൂ. വേണ്ട, ഞാൻ പറയുന്നത് കേൾക്ക്. എന്നെ കൊന്നാലും നിങ്ങൾക്ക് എന്റെ കൊച്ചുകുഞ്ഞോട് ജയിക്കാൻ പറ്റില്ല. അവന്റെ ഒരു കൊച്ചുകുഞ്ഞ്. നന്ദ, നിനക്ക് മുറിവേറ്റിട്ടുണ്ട് പണ്ടും, നമുക്ക് വേണ്ടി. പക്ഷെ ഇത് ഞാൻ എങ്ങനെ സഹിക്കൂടാ? സഹിക്കണം, സഹിച്ചേ പറ്റൂ. പറ്റില്ല എനിക്ക്. നിന്നെ വേദനിപ്പിച്ചതാരാണെങ്കിലും വെച്ചേക്കില്ല ഞാൻ. ശർമ്മജി, എനിക്ക് വേണം അവരെ, അവരുടെ തട്ടകത്തിൽ. അത് ജയിലിലാണെങ്കിൽ അങ്ങനെ. വേണ്ട കൊച്ചു, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഇതൊന്നും സാരമില്ല. പലതവണ നീ തന്നെ പറഞ്ഞിട്ടില്ലേ അവരൊക്കെ കൂടപ്പിറപ്പുകളാണെന്ന്. കാല് പിടിച്ച് അപേക്ഷിക്കാൻ ഞാൻ അവരെ. അത് വേണ്ട നന്ദ, എന്നെ തടയാൻ നീ നോക്കണ്ട. ഒന്നും പറയണ്ട. ഈ മനസ്സെനിക്കറിയാം, അതുകൊണ്ടാ പറയുന്നത്. ആ മക്കൾ എന്ത് വേണം ചെയ്തോട്ടെ. പക്ഷെ 6 വർഷം ഒരച്ഛനെ പോലെ നമുക്കൊക്കെ സ്നേഹം തന്ന ആസിഫ് ഭായി ഓർത്തിട്ട് വേണ്ട, പ്ലീസ്. എടോ, പൈസ എത്ര വേണമെങ്കിലും തരാന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് വേണ്ടത് ആകെ 3-4 ഫോട്ടോസാ, എന്റെ തീസസിന് വേണ്ടി. அம்மா, பணம் இந்த வேலுச்சாமிக்கு ஒரு பிரச்சனையே கிடையாது. ஆனா எங்க ஓனர் கிட்ட பர்மிஷன் வாங்காம நீங்க இந்த വിൻവിൽ ഫാംക്കുള്ള വന്നതേ തപ്പ്. ഓ പിന്നെ ഒന്ന് പോടോ. ഇവിടെ ഈ വിൻവിൽ ഫാം മാത്രമല്ലല്ലോ ഉള്ളത്. ഞാൻ വേറെ ഏതെങ്കിലും നോക്കിക്കോളാം. கோவப்படாதம்மா. அம்மா, ஒரு நிமிஷம். இந்த ஏரியாவுல மொத்தமா 4300 விண்மில் இருக்கு. அந்த 4300 விண்மிலுக்கும் ஒரே ஓனர் தான், நம்ம ஓனரு. அவர்கிட்ட கேட்காம நீங்க எங்க போனாலும் எதுவும் பண்ண முடியாது. ഈശോയെ, ഇതുങ്ങളോടിനി വാന നിരീക്ഷണം, കാറ്റിന്റെ ഗതി,
എന്നൊക്കെ എങ്ങനെ തമിഴ് പറഞ്ഞു മനസ്സിലാക്കും? என்னம்மா சொல்ற? എടോ, തന്റെ ഓണർ ആരാണെന്നെങ്കിലും ഒന്ന് പറയടോ. மேடம் டோன்ட் வரி, எங்க ஓனர் யாருன்னு நான் சொல்றேன். பாத்தீங்களா நம்ம தலைவரோட டைமிங்க? சொல்லி முடிக்கிறதுக்குள்ள வந்துட்டாரு. தலைவரே, உங்களை பாக்குறதுக்கு வெளியூர்ல இருந்து ஒரு அம்மா வந்திருக்காங்க. വെളിയൂര് നമ്മയോ? അതാരടാ? കുരിശുപള്ളി മാതാവേ, ഇവളോ? നിക്കടവിടെ. നീയായിരുന്നോ? നീ എന്നതാടി ഇവിടെ? നീ എന്താ ഇവിടെ? അതും ഈ ഫാൻസി ഡ്രസ്സിൽ. പൊന്നാര മോളെ താൻ തോന്നിനി, നീ തൽക്കാലം വണ്ടിയിലോട്ട് കയറ്, കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പറയാം. വണ്ടിയിലോട്ട് കയറാൻ വരട്ടെ. അതിനു മുമ്പ് എനിക്കറിയണം, ഓട്ടമുക്കാലണിക്ക് ഗതിയില്ലാത്ത വടക്കം വീട്ടിലെ ഈ താന്തോന്നി എങ്ങനെയാ ഇന്ത ഉലകത്തേക്ക് തലവരായത്? പണ്ട് 13ാമത്തെ വയസ്സില് അമ്മായിയുടെ മാല മോഷ്ടിച്ച കുറ്റത്തിന് തല്ലും മേടിച്ച് നാട് വിടാൻ കാളവണ്ടി കയറിയവൻ. കാളവണ്ടി അല്ലടി, കള്ളവണ്ടി. ആ, ഏതോ ഒരു വണ്ടി കയറി പോയവൻ എങ്ങനെ ഇതുവരെ എത്തി? ഏതായാലും കാര്യങ്ങളുടെ തുടക്കം ഒരു വണ്ടിക്കകത്ത് നിന്നായതുകൊണ്ട് നീ തൽക്കാലം ഈ വണ്ടിക്കകത്ത് കയറ്, ബാക്കി ഞാൻ വഴിയെ പറയാം. ജാതകം കൊച്ചുകുഞ്ഞിന്റേതായതുകൊണ്ടായിരിക്കും ആദ്യ സ്റ്റോപ്പ് ഈ റോഡിലെ ഒരു കള്ള് ഷാപ്പായിരുന്നു. നിമിത്തമോ നിയോഗമോ എന്നെനിക്കറിയില്ല, പക്ഷെ അവിടെ വെച്ച് ആദ്യമായിട്ട് മരിച്ച് മൺമറഞ്ഞു പോയ എന്റെ അപ്പനെ ഞാൻ ജീവനോടെ കണ്ടു. ഈ താന്തോന്നിയുടെ ഉത്തരവാദിയായ ദാവീദ് ലോപ്പസിനെ. ആ അപ്പനിപ്പോ ഉണ്ട്. ഓർമ്മകളുടെ കുറ്റബോധത്തിൽ സഹനത്തിന്റെ കണ്ണുനീര് കൊണ്ട് ഒരുപടി പുസ്തകങ്ങൾ എഴുതി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അന്ന് ആ അപ്പൻ എന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണീരോടെ പറഞ്ഞൊരു വാക്കുണ്ട്: അപ്പന്റെ മോൻ അപ്പനെ പോലെ വടക്കൻ വീട്ടിലെ പ്രതാപികൾക്ക് മുന്നിൽ തോൽക്കരുതെന്ന്, സമ്പന്നനാകണമെന്ന്. ആ വാക്ക് നെഞ്ചിലേറ്റി അവിടെ നിന്ന് തുടങ്ങി ജീവിക്കാൻ. ഈ റോഡിലെ കള്ള് ഷാപ്പിലെ മേശതുറപ്പുകാരനിൽ നിന്നും ബോംബെ ലിയോപോൾസ് കഫേയിലെ വെയിറ്ററിലേക്ക്, പിന്നീട് മാൽഡീവ്സ്, ഒരു ഫിലിപ്പീൻസുകാരൻ സായിപ്പിന്റെ റിസോർട്ടിലെ കിടക്കവിരിപ്പുകാരൻ. ഒടുവിൽ തിരിച്ചറിവിന്റെ പ്രായമായപ്പോ കൊച്ചുകുഞ്ഞ് വീണ്ടും കടൽ കടന്നു ദുബായിലേക്ക്. ആ നഗരമാണ് എന്റെ ജീവിതത്തിൽ വഴിത്തിരിവായത്. പക്ഷെ സ്വപ്നങ്ങളുടെ പർദീസായ ദുബായിൽ ഞാൻ